ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വല വല റിപ്പയറിംഗ് ആണ്. അതായത് പല ആളുകളുടെ കയ്യിലും പല ഐറ്റം വലകളുണ്ടാവും. കടലിൽ നമ്മൾ നീന്തി പോയിട്ട് ഇടുന്ന വല ഉണ്ടാവും, വഞ്ചിയിൽ കൊണ്ടുപോയി ഇളക്കുന്ന വല ഉണ്ടാവും, വീശു വല ഉണ്ടാവും, ഞരങ്ങ് വല ഉണ്ടാവും, അങ്ങനെ പല ഐറ്റം വലകളുണ്ടാവും. പക്ഷേ ഇതൊന്നും ചില ആളുകൾക്ക് ഞണ്ട് കുടുങ്ങി പൊളിഞ്ഞാലോ, മീൻ കുടുങ്ങി പൊളിഞ്ഞാലോ, ഇനി വല തമ്മിൽ കുരുങ്ങി പൊളിഞ്ഞു കഴിഞ്ഞാലോ, കീറി കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യാൻ ഒരുവിധ ആളുകൾക്കൊന്നും അറിയില്ല. അപ്പോൾ വല എങ്ങനെയാണ് റിപ്പയറിങ് എന്നുള്ളത് പഠിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ നമ്മൾ സാധാരണ വല പൊളിഞ്ഞു കഴിഞ്ഞാൽ ചിലവർ അറിയാത്തവരത് വല നൂല് കൊണ്ട് കൂട്ടിക്കെട്ടാറാണ് പതിവ്. അതുകൊണ്ടുള്ള ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല ചുരുങ്ങിപ്പോകുന്നത് മാത്രമല്ല, പിന്നീട് വല എവിടെയെങ്കിലും ടൈറ്റാകുമ്പോൾ വീണ്ടും പൊളിയാണ് പതിവ്. അപ്പോൾ അതെങ്ങനെയാണ് റിപ്പയർ ചെയ്യുക, അതിൻ്റെ മെത്തേഡ് എങ്ങനെയാണ്, എത്രയും പെട്ടെന്ന് എങ്ങനെയാണ് പഠിക്കുക എന്നുള്ളത് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഏത് പൊളിഞ്ഞ എത്ര വലിയ കീറലാണെങ്കിലും അത് റിപ്പയർ ചെയ്യാം. അത് വല റിപ്പയറും ചെയ്യാം. അതുകൂടാതെ നിങ്ങൾക്ക് അവിടെ ഒരു പീസ് കഷ്ണം ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. അപ്പോൾ അത് നമ്മൾ കാണിക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് നിങ്ങൾക്കും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ വല നിങ്ങൾക്ക് തന്നെ റിപ്പയർ ചെയ്യാൻ പറ്റും. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ പ്ലാസ്റ്റിക് വലയാണ് റിപ്പയർ ചെയ്യാൻ പോകുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ 1.5 നമ്പർ നൂല്, പിന്നെ ഒരു ഇഴകോല്, പിന്നെ ഒരു കത്രി. അത് നമുക്ക് വല അതിൻ്റെ തുമ്പൊക്കെ മുറിച്ച് കളയാൻ. അത്രയേ ഉള്ളൂ. നോക്കാം, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇത്രയും വലിയൊരു കീറലാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതാണ് നമ്മൾ റിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഈ കീറിയ ഭാഗം ഇതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്, നമ്മളിതിങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇത് തമ്മിൽ വല തമ്മിൽ നമ്മൾ കൂട്ടിച്ചേർത്ത് കെട്ടും. അതിന് കാര്യമില്ല. വല ചുരുങ്ങും ചെയ്യും, വല പൊട്ടിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് റിപ്പയർ ചെയ്യുന്നതെന്ന് ശരിക്കും ശ്രദ്ധിച്ച് നോക്കാം. അതിനായി നമ്മൾ ഫസ്റ്റ് വലയുടെ ഇതേപോലെ ഇങ്ങനെ നിൽക്കണം. വല പിടിച്ചു കഴിഞ്ഞാൽ ഇതിന് പറയൽ കെട്ടുംപടി പിടിക്കാൻ പറയും. കെട്ടുംപടി, അതായത് വല കമ്പനി ഉണ്ടാക്കുന്ന രൂപത്തിൽ തന്നെ കെട്ടുപടി. ഇങ്ങനെ പിടിക്കരുത്. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ വല നമ്മൾ തുന്നി ചേർക്കുമ്പോൾ അത് ടൈറ്റ് ആവാൻ സാധ്യതയില്ല. അത് വല പൊട്ടിപ്പോകും. പിന്നെ ഇതാണ് കെട്ടുംപടി. ഇതേപോലെ കറക്റ്റ് പിടിക്കാം. പിടിച്ചതിന് ശേഷം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് പൊട്ടിയ ഭാഗത്തുള്ള തുമ്പുകളൊക്കെ നമ്മൾ വെട്ടിക്കളയാം. കംപ്ലീറ്റ് തുമ്പുകൾ നമ്മൾ വെട്ടിക്കളഞ്ഞു. അപ്പോൾ ഏകദേശം ഒരു 10-25 കണ്ണിയോളം വല പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് റിപ്പയർ ചെയ്യും. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ശരിക്ക് ഇതുപോലെ തന്നെ ഈ വല നമ്മളാക്കി മാറ്റും. അങ്ങനെ തുമ്പുകളെല്ലാം നമ്മൾ ഫസ്റ്റ് വെട്ടിക്കഴിഞ്ഞു. എല്ലാ തുമ്പുകളും കറക്റ്റ് വെട്ടാം. കംപ്ലീറ്റ് തുമ്പ് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിപ്പയർ ചെയ്യുമ്പോൾ പിന്നെ അതിനിടയിൽ കയറി പിന്നെ ഇടയ്ക്കിടയ്ക്ക് തുമ്പ് വെട്ടേണ്ട ആവശ്യം വരില്ല. അപ്പോൾ കംപ്ലീറ്റ് നമ്മൾ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. കത്രിയുടെ വേണമെന്നില്ല, ബ്ലേഡ് ഉപയോഗിച്ച് ചെയ്യാം, കത്തി ഉപയോഗിച്ച് ചെയ്യാം. ഞാൻ കത്രിയാണ് ഉപയോഗിക്കാറ്, അല്ലെങ്കിൽ ബ്ലേഡാണ് നല്ലത്. ഓക്കെ, എവിടെ നിന്നാണ് ഫസ്റ്റ് തുടങ്ങേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു ബ്ലാക്ക് തുണി ഞാൻ താഴെ പിരിച്ചിട്ടത്. അപ്പോൾ നിങ്ങൾക്ക് വലയുടെ കണ്ണി ഇപ്പോൾ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഭാഗം, ഇപ്പോൾ ഇവിടെ വല പൊട്ടിയിട്ടുണ്ട്. നമുക്കിതിങ്ങനെ ചേർത്ത് കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്ന ഭാഗം ഇവിടെ നിന്നാണ്. ഈ കണ്ണിയിൽ കുരുക്ക് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടും അങ്ങനെ കൊടുത്ത് കൊണ്ടുപോകാം. അപ്പോൾ നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇവിടെ അപ്പോൾ നമ്മൾ പിടിച്ചപ്പോൾ വലയുടെ ഒരു കണ്ണിയുടെ പൊട്ടി, അതുകൂടെ ആ തുമ്പോടെ വെട്ടിക്കളയാം. എന്നിട്ട് തുടങ്ങാം. ഇവിടെ നിന്ന് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിന് ഏത് ഭാഗത്ത് വല പൊട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് നോക്കാം നമുക്ക് എവിടെ നിന്നാണിത് ജോയിൻ്റ് ആക്കി തുടങ്ങാൻ പറ്റുന്നുള്ളത്. ആ ഭാഗത്ത് തന്നെ നിങ്ങൾ കറക്റ്റ് തുടങ്ങണം. ഇപ്പോൾ ഇവിടെ നിന്നും തുടങ്ങാം ഇത്, പക്ഷേ ഞാൻ കണ്ടതിൽ ഇച്ചിരി കൂടി വൃത്തി ഈ തലക്കേന്ന് തുടങ്ങിപ്പോക്കാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. അതിനായി ഫസ്റ്റ് നമ്മൾ ഇഴകോലെടുത്ത്, ഇഴകോലിൽ നൂലുണ്ടായിരിക്കണം. ഇഴകോലെടുത്തു, നൂല് അതിൽ കയറ്റി നമ്മൾ അടുപ്പിച്ച് കൊണ്ടുവന്നു. ഒരു മുട്ട് വെച്ചു, ഒരു നെട്ട്, മുട്ട് അങ്ങനെ പറയാം, ഒരു കെട്ടെന്നും പറയാം. 2-3 കെട്ട് അവിടെ ഇട്ടു. ഇത് ഫസ്റ്റ് ഭാഗം അത് ഒരിക്കലും അഴിഞ്ഞു പോലെ. ഇനി നമ്മൾ ചെയ്യുന്ന ശ്രദ്ധിച്ച് നോക്കണം. ഈ കണ്ണിയിലൂടെ കൊണ്ടു ഒന്നും കൂടെ മറച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ കോർത്ത നൂലാണിത്. ഒരു കണ്ണി ഇവിടെ കറക്റ്റായി വന്നിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ പിടിച്ചു. ഇവിടെ ഒരു കെട്ട് വെച്ചു. 2 പ്രാവശ്യം മറിക്കണം കേട്ടോ. അങ്ങനെ വരുമ്പോൾ ഒരു കെട്ട് വെച്ചു. അതിനുശേഷം വീണ്ടും അതിന് താഴോട്ട് ഇങ്ങനെ ഒരു കെട്ട് വെച്ചു. ഓക്കെ, ശരിയായി. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി നമുക്കിവിടെ അടുത്ത് കൊടുക്കാൻ കണ്ണിയില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇതിന് ബാക്കണ്ണി എന്ന് പറയും. ഇതിലേക്ക് ചേർത്തു.
ഫസ്റ്റ് നമ്മളിവിടെ കൊടുത്തു, അതിനൊരു കണ്ണിലിട്ട് കൊടുത്തു. ഇനി രണ്ടാമത് നമ്മൾ കൊടുക്കുന്ന ഭാഗം നോക്കിയപ്പോൾ ഇതിൻ്റെ മേലെ കണ്ണിലേക്ക് ബാക്കണ്ണി എന്ന് പറയും, അങ്ങനെ കൊടുത്തു. ഇത് കൊടുത്ത് നമ്മൾ വീണ്ടും ഇതേപോലെ ഇവിടെ ഒരു മുട്ട് വെച്ചു. അപ്പോൾ ഇവിടെ ഒരു കണ്ണി ഇങ്ങനെയായി, ഇതൊരു കണ്ണിയായി. അപ്പോൾ ആ കണ്ണിക്ക് നമ്മൾ വീണ്ടും ജോയിൻ്റ് ആക്കി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമുക്കിനി ഇവിടുന്ന് തുടങ്ങണം. അപ്പോൾ അതിന് നമ്മൾ നൂല് പൊട്ടിക്കേണ്ട ആവശ്യമില്ല. പൊട്ടിക്കുമ്പോൾ അത് ഇങ്ങനെ അഴിഞ്ഞ് വരാൻ സാധ്യത. അപ്പോൾ പൊട്ടിക്കാതെ തന്നെ നമ്മളിതൊന്ന് ഡബിളാക്കി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയിന് നൂലിനെ നമ്മൾ ഡബിളാക്കി, കാരണം നമുക്ക് അവിടെ നിന്ന് അണിഞ്ഞ് തുടങ്ങേണ്ടത്. ഡബിളാക്കി വീണ്ടും നമ്മൾ നേരത്തെ ബാക്കണ്ണി എന്ന് പറഞ്ഞാൽ ആ കണ്ണി കൂട്ടി അതിലേക്ക് നമ്മൾ ജോയിൻ്റ് ചെയ്തു. അതിലേക്ക് ജോയിൻ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ മറിക്കണം, താഴെ കൊണ്ട് മറിച്ച് ഈ കറക്റ്റ് ഈ കെട്ട് ഈ പഴയ കെട്ടിന് കറക്റ്റായിട്ട് നിർത്തുക. അതിനുശേഷം ഒരു കെട്ട് വയ്ക്കാം, ഒരു കെട്ടുകൂടെ വെച്ചു. അപ്പോൾ ആ കണ്ണിയോട് നമ്മൾ ജോയിൻ്റ് ആക്കി നമ്മൾ വീണ്ടും താഴത്തെ കണ്ണിയിലോട്ട് രണ്ട് മറി മറിച്ചു. ഇത് നിങ്ങളൊന്ന് സ്ലോവിൽ ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നതെന്നുള്ളത്. അത് നമ്മൾ കെട്ടുവെച്ചു. അപ്പോൾ വീണ്ടും ഇവിടെ ഒരു കണ്ണി വന്നിട്ടുണ്ട്. ആ കണ്ണിയിലോട്ട് തന്നെ നമ്മൾ വീണ്ടും ജോയിൻറ്റ് ചെയ്തു. ഇങ്ങനെയാണ് ഇത് കണ്ണി ചേർത്താണ് കൊണ്ടുപോകേണ്ടത്. ഇവിടുന്ന് പോയ എല്ലാ കണ്ണിയും നമ്മളിതുപോലെ ചേർത്ത് കൊണ്ടുപോകണം. ഒരു കെട്ടിട്ടു, രണ്ട് കെട്ട് വെച്ചു. എന്നിട്ട് അതിൻ്റെ ശേഷം നമുക്കിനി കൊടുക്കേണ്ടത് ഇതിലോട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു കണ്ണിയുണ്ട്, അപ്പോൾ അത് രണ്ട് കണ്ണിയായി മാറും. അപ്പോൾ എന്ത് ചെയ്യണം, അങ്ങനെ വരുന്ന സമയത്ത് ഇത് വേണമെങ്കിൽ രണ്ടുകൂടെ കൂട്ടിക്കെട്ടാം, ഇങ്ങനെ ആക്കാം. അപ്പം വലയാവും, പക്ഷേ അതൊരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ആ കണ്ണി നമ്മൾ പൊട്ടിച്ചൊഴിവാക്കുക. ഒഴിവാക്കി അതിനുശേഷം നമ്മൾ കണ്ടില്ലേ, ഈ നൂല് ഇതിനകത്ത് കൊടുത്തു, അതും കണ്ണിയായി. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ വിചാരം. ശ്രദ്ധിച്ച് കണ്ട് അതും കണ്ണിയായി. അതിന് താഴോട്ടുകൂടെ മറിച്ചു, ഇതിലൂടെ ഇട്ടു, ഒരു കെട്ടൂടെ വെച്ചു. അപ്പോൾ ഇങ്ങനെയായി, ഇപ്പം ഇത്രയായി. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇതിലേക്കാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നൂല് പൊട്ടിക്കാതെ തന്നെ നമ്മൾ ഇതിലൂടെ മറിച്ചു, ഇവിടെ വന്നു, ഈ ഭാഗത്ത് കൊണ്ടുവന്നു, മൂന്നുകൂടെ കൂട്ടിപ്പിടിച്ചു, താഴെ കൊണ്ട് മറിച്ചു, ഒരു കെട്ട് വെച്ചു. ഈ തുമ്പത്തായില്ലേ, നമ്മുടെ നൂല് നമ്മൾ പൊട്ടിച്ചില്ല, അവിടുത്തെ അതിന് ഡബിൾ കൊടുത്തു. അപ്പോൾ അത്രയും സ്ട്രോങ് ആവത്തേ ഉള്ളൂ വല. അതിന് ഡബിൾ കൊടുത്തു, ഇങ്ങനെ കൊണ്ടുവന്നു, വീണ്ടും ഇതിലോട്ടിട്ടു, കറക്റ്റ് പിടിച്ചു, ടൈറ്റ് ചെയ്ത്. ഇപ്പോൾ നമ്മൾ ഇനി വരേണ്ടത് നമുക്ക് ഇതിലേക്കാണ്. ഇതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് മുൻപ് ഇവിടെ ഒരു കണ്ണിയുണ്ട്, അപ്പോൾ അത് ചേർക്കണം. അത് ചേർക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഇതിലോട്ട് തന്നെ കൊടുത്തു. ഈ രണ്ടാമത്തെ കണ്ണി, ഇത് ഡബിൾ കണ്ണിയായിട്ടാണ് കൊടുക്കുന്നത്. ഇതിലോട്ട് കൊടുത്തു മറിച്ചു, ടൈറ്റാക്കി പിടിച്ചു, കെട്ട് വെച്ചു, ഒരു കെട്ടൂടെ ഇട്ടു, സ്ട്രോങ് ആക്കി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് രണ്ട് കണ്ണിയുടെ ഒരു വലയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഇങ്ങനെ ഇവിടെ അങ്ങനെ കൊടുത്ത് ജോയിൻ്റ് ആക്കി വീണ്ടും നമ്മൾ തിരിച്ച് അതിലേക്ക് തന്നെ പോകും. നൂല് പൊട്ടിക്കരുത്. നൂല് പൊട്ടിക്കുമ്പോൾ എന്താ വെച്ചാൽ പൊട്ടിച്ച് വല തുന്നുമ്പോൾ കെട്ടഴിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഒരൊറ്റ നൂലാണ്, പക്ഷെ എല്ലായിടത്തും നമ്മൾ പോടുന്നുണ്ട്. അവിടെ വീണ്ടും ഒരു കെട്ട് വെച്ചു. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് കൊടുത്ത നൂലിലായിട്ട് നമ്മൾ വന്ന് ചേർന്നു, ഇങ്ങനെ ഉള്ളിലൂടെ. ഇങ്ങനത്തെ കണ്ണിൽ കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഇങ്ങനെ മറിക്കരുത്. ഇങ്ങനെ മറിച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അതിനാണ് നമ്മളിങ്ങനെ മറിക്കുന്ന സമയത്ത് ഇതാ കണ്ടോ, ഇതിനുള്ളിലൂടെ ഇങ്ങനെ മറിക്കണം. അപ്പോൾ നമ്മൾ എവിടെയാണ് വിചാരിക്കുന്നത് അവിടെ പിടിച്ച് കഴിഞ്ഞാൽ നമുക്കതവിടെ നിൽക്കും, പോവില്ല. എന്നിട്ട് നമ്മൾ താഴോണ്ട് വീണ്ടും ഒരു കെട്ടൂടെ ഇതിന് വെച്ചു. കെട്ട് വെച്ചതിന് ശേഷം ഇപ്പോൾ കണ്ടോ നിങ്ങൾ, ഇപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. 1 2 3 4 5 കണ്ണി നമ്മൾ ജോയിൻ്റ് ആക്കി, ഒരു പ്രശ്നമില്ലാതെ. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ കണ്ണിയിലോട്ടാണ് കൊടുക്കേണ്ടത്. ഏതിലോട്ട്? ഇതിലോട്ട്. ഇവിടെ വേണേൽ സിംഗിൾ ഉണ്ട്, പക്ഷേ സിംഗിൾ കൊടുക്കേണ്ട. നമുക്ക് ഇതിൽ ഡബിൾ കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നേരത്തെ ഇവിടെ ചെയ്ത് അതേപോലെ തന്നെ അവിടെ ചെയ്ത് വരാം. കൊടുത്തു, വലിച്ച് ടൈറ്റാക്കി പിടിച്ചു, മുട്ട് വെച്ചു. ഇനി നമുക്ക് എവിടേക്കാണ് വരേണ്ടത്? നമുക്ക് ഇതിലോട്ട് വരണം. ഇതിൽ നിന്നാണ് ഇതിൻ്റെ സെൻറ്ററിലേക്ക് കൊടുക്കേണ്ടത്. അപ്പം നമ്മളിങ്ങനെ ബാക്കിൽ പോയി ഇതേപോലെ ഓരോ കണ്ണിയിൽ മറിച്ചു, അവിടെ ഒരു കെട്ട് വെച്ചു. വീണ്ടും നമ്മൾ ഈ ഭാഗത്തേക്ക് വന്നു, ഇവിടെ ഒരു കെട്ട് വെച്ചു. ഇതൊക്കെ ഓരോ കെട്ട് വെച്ചാൽ മതി, ഇത് നമ്മൾ ജോയിൻ്റ് ആക്കുന്നതെന്ന് മാത്രം. വീണ്ടും നമ്മുടെ പറഞ്ഞ നടുഭാഗത്തേക്ക് നമ്മളെത്തി. നമ്മൾ പറഞ്ഞ നടുഭാഗത്തേക്ക് തന്നെ ഈ താഴത്തെ കെട്ടിൻ്റെ കറക്റ്റ് പിടിക്കാം, മറിച്ച് കെട്ട് വയ്ക്കാം. കെട്ട് ഇടുന്ന സമയത്ത് ഇത് വളരെ ശ്രദ്ധിക്കണം,
അപ്പുറത്തെ കണ്ണിലൂടെ കുരുങ്ങിപ്പോയത്. ഇപ്പോൾ ഞാനിട്ടത് അപ്പുറത്തെ കണ്ണിൽ കൂടെ കുരുങ്ങിയതാണ് ഈ കണ്ടത്. അപ്പോൾ നമ്മൾ അയച്ചെടുത്തു, ഒന്നുമില്ലാതെ ഇതേപോലെ ഇതിൽ തന്നെ മറിക്കണം. അപ്പുറത്തെ കണ്ണിൽ കുരുങ്ങി കഴിഞ്ഞാൽ കുരുങ്ങും. അപ്പോൾ ഇത് ഇത്രയായില്ലേ. ഇനി നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഇതിൽ കൊടുക്കുന്നത് ഈ സാധനത്തുമ്പോൾ കൊടുക്കും. ഈ സാധനത്തുമ്പോൾ കൊടുത്തിട്ട് നമ്മൾ കറക്റ്റ് ടൈറ്റാക്കിയതിന് ശേഷം മുട്ട് വെച്ചു കറക്റ്റ് ടൈറ്റാക്കി പിടിക്കണം. ഒരിക്കലും ചെറുതോ ഇതാവരുത്. കറക്റ്റ് ടൈറ്റാക്കി പിടിച്ചു. അതിനുശേഷം നമ്മൾ ഇതിലും കൊടുത്തു ടൈറ്റാക്കി പിടിച്ചു, മുട്ട് വെച്ചു, താഴെ നിന്ന് മേലെ നിന്നെല്ലാം നമ്മൾ മുട്ടിട്ടു. ഇപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തു. ഇനി നമുക്ക് ആകെ ഈ ഒരു കണ്ണി ജോയിൻ്റ് ആക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ വീണ്ടും വല നൂല് പൊട്ടിക്കാതെ തന്നെ പൊട്ടിച്ച് വേണേൽ അടക്കാം, കാണാൻ വൃത്തി ഉണ്ടാവും, പക്ഷേ ഉറപ്പുണ്ടാവില്ല, ബലം ഉണ്ടാവില്ല. ഇതിപ്പോൾ നമ്മൾ ഡബിൾ കൊടുത്തെങ്കിലും വല ഒന്നും കൂടി സ്ട്രോങ് ആവത്തേ ഉള്ളൂ. കൊടുത്തു, ഇവിടെ എത്തി നമ്മൾ ഫിനിഷ് ആവാറായി. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഫിനിഷിങ്ങായി, കണ്ടോ. ഇപ്പോൾ നമ്മുടെ ഉണ്ടായിരുന്ന കീറൽ കാണാറായി. ഇതിപ്പോൾ ഞാൻ കയ്യിലൊക്കെ പിടിച്ച് നല്ല വൃത്തിയിൽ പിടിച്ചെടുക്കാൻ, ഇതിൽ വൃത്തിയിൽ കാണിക്കാൻ പറ്റും. അത് പൊട്ടിച്ചെടുക്കാമെന്നല്ല. ഇതിപ്പോൾ കണ്ടിന്യൂ ജോയിൻറ്റ് റിപ്പയറായി. ഇനി നമുക്കിത് പൊട്ടിപ്പോവാതിരിക്കാൻ 2-3 കെട്ടൂടെ വെച്ചിട്ട് പൊട്ടിച്ചെടുക്കും. കണ്ടില്ലേ? അതല്ലെങ്കിൽ നമ്മളിത് ഇങ്ങനെ പിടിച്ചാണ് നമ്മളിത് ഇങ്ങനെ കൂട്ടിയിട്ട് ഇങ്ങനെ കെട്ടും. ഇങ്ങനെ കെട്ടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാളും ഇത്രയും വല അവിടെ ചുരുങ്ങും, അത് നമ്മളങ്ങനെ കൂട്ടി കെട്ടിടും. അപ്പോൾ വല ടൈറ്റ് ആകുമ്പോൾ വീണ്ടും വല പോകും. ഇത് റിപ്പയറായി, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് പ്രശ്നമില്ല, ഇനി ഒരിക്കലും പൊട്ടില്ല. കറക്റ്റ് റിപ്പയറിങ് ആയി. ഇതാണ് വല റിപ്പയർ ചെയ്യേണ്ട മെത്തേഡ്. ഇനി നമുക്ക് ഇതേപോലെ ഇപ്പോൾ ഇച്ചിരി വലുപ്പത്തിൽ പൊളിഞ്ഞു, അപ്പോൾ നമുക്കത് അടിച്ച് മുട്ടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്, റിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല, വൃത്തിയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ കറക്റ്റ് അളവിൽ പീസ് മുറിച്ചെടുത്തിട്ട് വേറൊരു പീസ് ഇതേപോലെ വലൻ്റെ പീസ് വേറൊരു പീസ് ജോയിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണിക്കാം. അപ്പോൾ നിങ്ങളുടെ താല്പര്യങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ വല റിപ്പയർ ചെയ്യുന്ന വീഡിയോ നമ്മൾ കണ്ടു. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് വല സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഏത് വലയാണോ ഉണ്ടാക്കേണ്ടത് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിച്ച് കഴിഞ്ഞാൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇത് സാവധാനം ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവും വല റിപ്പയർ ചെയ്യേണ്ട കാര്യം. അതിലെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ റിപ്പയർ ചെയ്തിട്ട് ശരിയാവുന്നില്ലേ, നിങ്ങൾ കമൻറ്റിൽ വിവരം അറിയിക്കൂ. ഞാൻ പറഞ്ഞുതരാം, അതിൻ്റെ എളുപ്പ വഴികൾ ഞാൻ പറഞ്ഞുതരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. അടുത്ത വീഡിയോ നമുക്ക് വല ഞാൻ പറഞ്ഞതുപോലെ വല പീസ് വെക്കുന്ന അതുകൂടെ കാണിച്ചു തരാം. അതുകൂടി ഇച്ചിരി കൂടെ എളുപ്പമാണ്. വലയുണ്ടെങ്കിൽ, അപ്പോൾ എല്ലാവർക്കും വല ഉണ്ടായിക്കൊള്ളുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ റിപ്പയർ ചെയ്യുന്നത് കാണിച്ചത്. റിപ്പയറും ചെയ്യാം. ഇനി വലിയ കീറലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പീസ് വെക്കണം എങ്ങനെയാണെന്നുള്ളത് വളരെ സിമ്പിളായിട്ട് അതും കാണിച്ചു തരാം. അത് ഒരു ഭാഗം കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. അതും കാണിക്കാം അടുത്ത വീഡിയോയിലൂടെ. താങ്ക് യു.